എന്താണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്? ക്രിയേറ്റീവ് മോഡിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു ഘടകം ക്യാമറയെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിത്രത്തിൻ്റെ ഫയൽ ഫോർമാറ്റ്, പിക്ചർ സ്റ്റൈല്, വൈറ്റ് ബാലൻസ്, കളർ സ്പേസ്, ഇങ്ങനെ നിരവധി കൺട്രോൾസ് ഉണ്ട്. അതൊന്നും തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യില്ല. അതെല്ലാം ഫോട്ടോഗ്രാഫർ സ്വയം മാനുവലായിട്ട് തന്നെ ചെയ്യണം, ഏത് മോഡ് എടുത്താലും. പക്ഷേ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കാൻ ക്യാമറ ഒരു പരിധിവരെ നിങ്ങൾ സഹായിക്കും. അപ്പോൾ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ ഫോട്ടോഗ്രാഫറിന് തീരുമാനിക്കാൻ പറ്റുന്നത് ഷട്ടർ സ്പീഡാണ്. അയാൾ സെറ്റ് ചെയ്യുന്ന ഷട്ടർ സ്പീഡിനനുസരിച്ചിട്ട് ചിത്രത്തിൻ്റെ എക്സ്പോഷർ മീറ്റർ 0 വരാൻ ആവശ്യമായ അപ്പർച്ചർ വാല്യൂ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം, എക്സ്പോഷർ ട്രയാങ്കിളിൽ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ISO എന്ത് സംഭവിച്ചു? ISOയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ മാനുവലായിട്ട് ഒരു നമ്പറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ISO സെറ്റിങ്സിൽ മാനുവലായിട്ട് നിങ്ങൾ ഒരു നമ്പറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാമറ ആ നമ്പർ ആയിട്ട് മുന്നോട്ട് പോകും. അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കാൻ ആവശ്യമായ രീതിയിൽ അപ്പർച്ചറിനെ നിയന്ത്രിച്ചിട്ട് നല്ല തെളിച്ചമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ ISOയിൽ ഓട്ടോ ISO എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പർച്ചർ പോലെ തന്നെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ISOയിൽ നിന്നും ആവശ്യമായ ISO നമ്പർ മാറ്റി ക്യാമറ ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോ ISOയും അപ്പർച്ചർ വാല്യൂയും ഇങ്ങനെ 2 കൺട്രോൾസ് ക്യാമറയിൽ കിട്ടുമ്പോൾ ഒരുവിധം ഒരു 75% സിറ്റുവേഷനിലും മനോഹരങ്ങളായ ചിത്രങ്ങൾ തരാൻ ക്യാമറയ്ക്ക് സാധിക്കും. ഷട്ടർ പ്രയോറിറ്റി മോഡിൽ അപ്പർച്ചറിൻ്റെ ഡയൽ അല്ലെങ്കിൽ അപ്പർച്ചർ നിയന്ത്രിക്കുന്ന ആ ഒരു സെറ്റിംഗ് നിങ്ങൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പർച്ചർ മാറ്റാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഡയൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡയൽസ് അതെന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ആ ഒരു ഡയൽ ഉപയോഗിച്ചിട്ട് ചിത്രത്തിൻ്റെ എക്സ്പോഷർ കോമ്പൻസേഷൻ നിങ്ങൾക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചിത്രത്തിന് സാധാരണയായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എക്സ്പോഷർ മീറ്റർ 0 കൊണ്ടുവരുന്നത്. എന്നാൽ ആ 0 വാല്യൂ തന്നെ നിങ്ങൾക്ക് മൈനസിലോട്ടോ പ്ലസ്സിലോട്ടോ മാറ്റി വയ്ക്കാൻ പറ്റും. അതായത് പിന്നീട് അങ്ങോട്ട് ക്യാമറ നോക്കുന്നത് എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാല്യൂ അവിടത്തേക്കായിരിക്കും ക്യാമറ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എക്സ്പോഷർ കോമ്പൻസേഷനിൽ നിങ്ങളുടെ എക്സ്പോഷർ വാല്യൂ +1 വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ചിത്രങ്ങളും ഒരു പൊടിക്ക് ഓവർ ബ്രൈറ്റ് ആയതായിരിക്കും. കാരണം ക്യാമറ എക്സ്പോഷർ മീറ്ററിൻ്റെ 0 വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് +1 അപ്പോൾ ക്യാമറ അതിൻ്റെ വാല്യൂസ് എക്സ്പോഷർ മീറ്റർ 0 കൊണ്ടുവരിക എന്ന ജോലി ചെയ്യുമ്പോൾ അത് ചെന്നെത്തിപ്പെടുന്നത് എക്സ്പോഷർ മീറ്റർ +1 കൊണ്ടുപോയി എത്തിക്കുക എന്ന നിലയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങൾ ഒരു പൊടിക്ക് ഓവർ എക്സ്പോസ് ആയതായിരിക്കും അല്ലെങ്കിൽ ബ്രൈറ്റ് ആയതായിരിക്കും. പല സിറ്റുവേഷൻസിലും നമുക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഇത് നിങ്ങൾ ചിത്രത്തിൻ്റെ അപ്പർച്ചർ വാല്യൂ മാറ്റുന്ന ആ ഡയൽ ഉപയോഗിച്ചിട്ട് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് നിയന്ത്രിക്കാൻ പറ്റും. ഷട്ടർ പ്രയോറിറ്റി മോഡിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ തന്നെ ചിത്രത്തിൻ്റെ അപ്പർച്ചർ വാല്യൂ തീരുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേ ഷട്ടർ സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായ അപ്പർച്ചർ ക്യാമറ സ്വയം തീരുമാനിച്ചോളൂ. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് സ്പോർട്സ് ഫോട്ടോഗ്രാഫേഴ്സിനെയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെയാണ്. കാരണം സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫി അതും അല്ലെങ്കിൽ ഫ്രീസ് ആക്ഷൻ ഫോട്ടോഗ്രാഫിയിലെല്ലാം തന്നെ ഹൈ ഷട്ടർ സ്പീഡാണ് ക്യാമറ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 1000 2000 അല്ലെങ്കിൽ 500 എത്രയാണോ സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പർച്ചർ വാല്യൂ കൺട്രോള് അതിന് ക്യാമറയ്ക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെയും വെളിച്ചം, തെളിച്ചം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് അതും അല്ലെങ്കിൽ എക്സ്പോഷർ അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ അപ്പർച്ചർ വാല്യൂ ക്യാമറ തീരുമാനിച്ചോളും. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറിന് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ്സെക്കുറിച്ച് വറിയിടേണ്ട കാര്യമില്ല. ഷട്ടർ പ്രയോറിറ്റി മോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ ഡെപ്ത്ത് തീരുമാനിക്കാൻ അവർക്ക് സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു സ്പോർട്സാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കളിയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, വളരെ ഹൈ ഷട്ടർ സ്പീഡിലാണ് ഷട്ടർ പ്രയോറിറ്റി മോഡിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ എല്ലാവരെയും ഷാർപ്പാക്കി എടുക്കണം എന്നുദ്ദേശിച്ച് കഴിഞ്ഞാൽ അപ്പർച്ചർ വാല്യൂ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കില്ല. പക്ഷേ മാനുവൽ മോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു മോഡാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്. 75% സിറ്റുവേഷനിലും നിങ്ങൾ ഓട്ടോ ISO ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 75% സിറ്റുവേഷനിലും വളരെ കൃത്യതയാർന്ന ഫോട്ടോ തരാൻ ഈ മോഡിന് സാധിക്കും.